അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും ചേട്ടൻ എത്തിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം പോയിട്ട് കാറിലൊക്കെ ഇരുന്ന് പിന്നെ അവർ തന്ന ഗിഫ്റ്റിനകത്ത് ഇതൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. കുറച്ച് സ്നാക്സും ചോക്ലേറ്റ്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോഴത്തേനും വൈകുന്നേരം ചായയുടെ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു ചായയൊക്കെ ഇട്ട് കുടിച്ച് രാവിലെ തന്നെ പിന്നെ നമുക്ക് കറിക്കുള്ള മീനും ആടിൻ്റെ കുടലൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നത് ഉണ്ടാക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാനതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഐസൊക്കെ മാറാനായിട്ട്. പിന്നെ കുടൽ നല്ലോണം ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് കുക്കറിലിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ചെറിയുള്ളിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് പിന്നെ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഇന്ന് പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചേട്ടനാണ് എനിക്ക് മീൻ വെട്ടി തന്നത്. ഇന്ന് എനിക്ക് ആ പണിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ മീനൊക്കെ വെട്ടി തന്നപ്പോഴത്തേക്കും പിന്നെ കറി വയ്ക്കാൻ എളുപ്പമായല്ലോ. കറി വയ്ക്കാൻ നേരം നോക്കിയപ്പോഴാണ് കുടംപുളി ഇല്ലായിരുന്നുണ്ട്. അപ്പോൾ അതൊരു കഷ്ണം കിട്ടിയുള്ളൂ. അപ്പോൾ കുറച്ച് തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് ആ ഒരു പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഇന്ന് മീൻ കറി വെച്ചത്. അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ഇവിടെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുടലൊക്കെ നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ടല്ലോ, അതൊന്ന് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായപ്പോഴത്തേക്കും അതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു സവാളയും കൂടെ കട്ട് ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയപ്പോഴത്തേക്കും അത് അങ്ങോട്ട് ഓഫാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സവാള വഴറ്റിയതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച കുടലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി വറ്റിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങനെ ഡ്രൈ ആക്കി എടുക്കണ്ട, നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കുഴച്ച് കഴിക്കാൻ പാകത്തിന് എടുക്കണം കേട്ടോ ഇന്ന്. അപ്പോൾ എനിക്കിന്ന് കഴിക്കുമ്പോഴത്തേക്കും എൻ്റെ അമ്മ ഉണ്ടാക്കിയൊരു കുടൽ കറിയുടെ ടേസ്റ്റാണ് കേട്ടോ കിട്ടിയത്. ഇനി അതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറി റെഡി ആയിട്ടാണ്. അപ്പോൾ നേരത്തെ ഒന്ന് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാൻ നേരത്ത് നമുക്ക് കഴിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ വിശേഷങ്ങൾ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്